ഇന്നത്തെ രാവിലത്തെ കാഴ്ച വളരെ വ്യത്യസ്തമായിരുന്നു. പ്രായമായവർ, നടക്കാൻ സാധിക്കാത്തവർ, അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഒന്ന് വന്ന് കാണാൻ പോലും കഴിയാത്ത ആളുകളെ പോലും അവിടേക്ക് എത്തിക്കാൻ പ്രവർത്തകർക്ക് സാധിച്ചു. അങ്ങനെ VS-നെ കാണണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളുകളാണ്. നിഷാദ് റാവുത്തർ വീണ്ടും ചേരുന്നുണ്ട്. നിഷാദ്, ശ്രീകാര്യം കഴിഞ്ഞോ? ഇനി അടുത്ത പോയിന്റ് ഏതാണ്? കൂടുതൽ പ്രവർത്തകർ VS-നൊപ്പം നടക്കാൻ തുടങ്ങിയല്ലേ? ധന്യ, ഇപ്പോൾ വൈകുന്നേരമാകുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ഇനിയും പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വീകാര്യം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്തോറും വഴിയിൽ ആളുകൾ പലയിടത്തായി കാത്തു നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ആളുകൾ കാത്തു നിൽക്കുന്നു, അവിടെ വരെ അതിവേഗത്തിൽ ഓടിച്ചെല്ലുന്നു എന്ന നിലയ്ക്കല്ല ഇതിപ്പോൾ പുരോഗമിക്കുന്നത്. വഴിയിൽ എല്ലായിടത്തും മനുഷ്യർ ഏറിയും കുറഞ്ഞും കാത്തു നിൽക്കുകയാണ്. ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങൾ വരുമ്പോൾ അവർക്ക് കാത്തു നിൽക്കാൻ വേണ്ടി വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഷെഡ്യൂൾ നമ്മൾ വിചാരിച്ചവരല്ല പുരോഗമിക്കുന്നത്. ആളുകൾ എല്ലായിടത്തും കാത്തു നിൽക്കുന്നുണ്ട് എന്നത് കാണുക. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്രയിലും സംഭവിക്കാൻ പോകുന്ന ഇതായിരിക്കും. ഒന്നാമത് കേരളത്തിലെ എല്ലാ TV ചാനലുകളും ഇത് തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മിനിറ്റിലും എവിടെയാണ് ഇത് എത്തിയിട്ടുള്ളതെന്നുള്ള പോയിന്റ് എന്നുള്ള തത്സമയ വിവരങ്ങളുണ്ട്. സോ ആളുകൾ അതിനെക്കുറിച്ച് അവെയറാണ്. അപ്പോൾ ആവശ്യമായ സമയത്ത് ഇറങ്ങി നിൽക്കുക, കാണുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കാത്തിരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും റൂട്ട് വളരെ ക്ലിയർ ആണ്. റൂട്ട് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ വരുന്നതിനെ കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ഓൾറെഡി എല്ലായിടത്തും അവൈലബിൾ ആണ് ഇപ്പോൾ. അതുകൊണ്ട് ആളുകൾ എല്ലായിടത്തും കാണാൻ ഇറങ്ങി നിൽക്കുന്നു എന്നത് കാണാം. ആളുകൾക്ക് ആ ഒരു പോയിന്റ് മിസ്സാവാൻ പാടില്ല. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫിഗർ ആയിരുന്നു. അദ്ദേഹം വിടവാങ്ങി പോകുമ്പോൾ അതൊന്ന് കാണാൻ ഈ ഓടി വരുന്ന ആൾക്കാർ, അദ്ദേഹത്തിന്റെ ഈ ശവമഞ്ചത്തിൽ ഒന്ന് കൈതൊട്ട് വണങ്ങാനൊക്കെ ഓടി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വികാരാവേശത്തിൽ ഓടി വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നു. അപ്പൊ അതുകൊണ്ട് പോയിന്റുകൾ അപ്രസക്തമായിരിക്കുന്നു വേണമെങ്കിൽ ഞാൻ ഒന്ന് കടത്തി പറയാം ധന്യ. കാരണം പോയിന്റുകളിലല്ല ആളുകൾ നിൽക്കുന്നത്, എല്ലായിടത്തും ആൾക്കാരുണ്ട്. കടന്നു പോകാൻ കഴിയാത്ത വിധം ജനപഥങ്ങൾ കാത്തു നിൽക്കുന്ന, ജനസഞ്ചയങ്ങൾ കാത്തു നിൽക്കുന്ന വഴിയിലൂടെയാണ് VS അച്യുതാനന്ദന്റെ ശവമഞ്ചവും പേർക്കൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് സ്വീകാര്യം കടന്നിരിക്കുന്നു. ചെറിയ ചെറിയ പോയിന്റുകളിലും അല്ലെങ്കിൽ ചെറിയ അങ്ങാടി രൂപത്തിലുള്ള സ്ഥലങ്ങളിൽ എല്ലാ ആൾക്കാരും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ടി. എല്ലാ വിഭാഗം ആളുകളും, വീടുകളിൽ നിന്നൊക്കെ ആളുകൾ മുഴുവൻ പുറത്തിറങ്ങി നിൽക്കുന്നു VS-നെ കാണാൻ വേണ്ടി. ചെറിയ കുട്ടികളായിട്ട് അമ്മമാരും അച്ഛന്മാരും എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. എല്ലാവരും ഈ വിലാപയാത്ര കാണാൻ ഇറങ്ങി നിൽക്കുന്നുണ്ട്, അഭിവാദ്യം അർപ്പിക്കാൻ. ചിലയിടത്ത് ആളുകൾ വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുന്നു. ഒരു മുദ്രാവാക്യവും ഇല്ലാതെ മൗനമായി കാത്തു നിൽക്കുന്ന ആളുകളെ, കുട്ടിയെ കൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് TV-യിൽ എടുക്കാവുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അഭിവാദ്യം അർപ്പിക്കാനും പൂക്കൾ അറിയാനും കൊണ്ടുവരുന്ന അച്ഛനും അമ്മയും. VS അച്യുതാനന്ദൻ ആരായിരുന്നുവെന്ന് മക്കളെ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരെ നമ്മളിവിടെ കാണുന്നുണ്ട്. VS ഞങ്ങളുടെ നേതാവായിരുന്നു, VS നല്ല ആളായിരുന്നു, VS സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന ചെറുപ്പക്കാർ. അവരെ ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിനകത്തേക്ക് VS-ന്റെ ഒരു കാലഘട്ടം വന്നിട്ടുണ്ടാവില്ല. പക്ഷെ അവരത് പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാർ, മനസ്സിലാക്കി വന്നവരാണ്. അവരുടെ അച്ഛനും അമ്മയും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഉപദേശിച്ചു വന്നവരാണ്. അപ്പം VS അച്യുതാനന്ദൻ ആരായിരുന്നുവെന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വന്നിട്ടുള്ള ആളുകൾ നമ്മളിപ്പോൾ കാണും. ശ്രീകാര്യം ജംഗ്ഷനിലാണ് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ആവുന്നു കാണുമ്പോൾ ആളുകൾ ഇവിടെ ഇരച്ചടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും വരുന്നു, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ വരുന്നു. VS അച്യുതാനന്ദൻ ഒരു 40+ നേതാവാണ്. ജെൻസിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ജെൻസിയെ നമുക്കിവിടെ ചുറ്റും കാണാൻ കഴിയും. VS ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു എന്ന് മനസ്സിലാക്കി വരുന്ന ആൾക്കാരുള്ളൂ. ഇന്നലെ VS അച്യുതാനന്ദൻ മരിച്ചതിന് ശേഷം VS അച്യുതാനന്ദനെ കുറിച്ചുള്ള അദ്ദേഹം കേരളത്തിന് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കി ഇവിടേക്ക് വരുന്ന എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും. VS-നെ കണ്ടു. VS വലിയ ആളായിരുന്നു, കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അല്പസമയം മുമ്പ് കണ്ടു. അപ്പൊ അങ്ങനെ VS-നെ മനസ്സിലാക്കി വരുന്ന ആളുകൾ, മുൻപേ അറിയാവുന്നവർ, ജീവിതത്തിൽ VS വലിയ വെളിച്ചം കൊടുത്ത ആളുകൾ, നേരിട്ടൊന്നും അറിയണമെന്നില്ല. പക്ഷെ VS അച്യുതാനന്ദൻ എടുത്ത ഒരു നയനിലപാട്, അദ്ദേഹം സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോൾ കൊണ്ടുവരുന്ന ഒരു നിയമപരമായ ഇടപെടൽ, അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരു മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിന്റെ വെളിച്ചം ജീവിതത്തിൽ വീണ മനുഷ്യരുണ്ടാവുമല്ലോ, അത് വലിയ കാര്യമാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം സംസാരിച്ചത് തന്റെ സർക്കാരിനെ സംരക്ഷിക്കണമെന്ന നയനിലപാടിൽ പോയ ഒരു മുഖ്യമന്ത്രിയല്ല. എന്റെ സർക്കാരിന് ഖ്യാതി കുറവുണ്ടാവരുത്, എന്റെ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന എല്ലാ വിമർശനങ്ങളെയും നിശബ്ദമാക്കേണ്ടതുണ്ട് എന്ന ഏകാധിപത്യ സ്വഭാവത്തിൽ പ്രവർത്തിച്ച ഒരാളെയല്ല. ധന്യ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഏകശിലാത്മകമായി എടുക്കുന്ന സകല തീരുമാനങ്ങളും സകലരും അനുസരിച്ചോളണം, അതിന് എതിർവാക്കില്ല എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പൊളിച്ചുകൊണ്ട് 2006-ൽ ജനാധിപത്യത്തിന്റെ കൊടി വീശിയ മനുഷ്യനാണ് VS അച്യുതാനന്ദൻ. എന്ന് വെച്ചാൽ ഏകശിലാത്മകമായ ഒരു സംവിധാനത്തിന്റെ കുറുകെ നിന്നുകൊണ്ട് ജനങ്ങളുടെ ശബ്ദത്തെക്കാൾ വലുതായ ഒരു ശിലയുമില്ല എന്ന് പ്രഖ്യാപിച്ച് ആ ജനശബ്ദത്തിന്റെ ബലത്താലെ പാർട്ടിയുടെ ഈ ഇരുമ്പുലക്കയെ മറിച്ചിട്ട ഒരു നേതാവ്. അപ്പൊ അതുകൊണ്ട് ഏകത എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ കുറുകെ നിന്ന ഒരാൾ എന്ന നിലയ്ക്ക് VS-നെ കാണാം. അവസാന കാലത്ത് ഒരു ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ അദ്ദേഹവും ഈ തരത്തിലുള്ള അധികാരത്തിന്റെ രൂപമായിരുന്നു വിമർശനം നിൽക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏക സ്വരൂപമുള്ള അല്ലെങ്കിൽ ഇരുമ്പുലക്ക പോലെയുള്ള ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത പാർട്ടി തീരുമാനങ്ങൾ ഇരുമ്പ് മറക്കത്തുള്ളത് അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് വന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദന്റെ ഭരണകാലത്തിന് ആ ഡെമോക്രസി നമുക്ക് കാണാൻ കഴിയും. എന്റെ സർക്കാരിന്റെ ഖ്യാതി അപകടപ്പെടാൻ പാടില്ല, എനിക്കെതിരെ സമരങ്ങൾ ഉണ്ടാവാൻ പാടില്ല,
എന്ന നില എടുത്ത ഒരാളല്ല, മറിച്ച് വന്ന മുഴുവൻ പേരെയും കേൾക്കാൻ തയ്യാറായ ഒരാൾ എന്ന നിലയ്ക്ക് വി എസ് അച്യുതാനന്ദൻ രേഖപ്പെടുത്തപ്പെടുന്നു. അത് കാണേണ്ട കാര്യമാണ്. വന്ന മുഴുവൻ പേർക്കും അദ്ദേഹത്തെ കാണാമായിരുന്നു, ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാർക്കും കാണാമായിരുന്നു, അദ്ദേഹത്തിനൊപ്പം നിൽക്കാമായിരുന്നു, അദ്ദേഹത്തിനോട് ഫോട്ടോ എടുക്കാമായിരുന്നു. നേരത്തെ സംസാരിച്ചാണ്, എല്ലാവരും പങ്കുവെക്കുന്നുണ്ടല്ലോ വി എസിന്റെ കൂടെയുള്ള ഫോട്ടോഗ്രാഫ്സ്. കാരണം എന്താണ്, വി എസ് അത്രയും ആക്സസ് ഉള്ള നേതാവായിരുന്നു, അത്രയും അടുപ്പമുണ്ടായിരുന്നു. വി എസ് അച്യുതാനന്ദൻ വിശ്രമ ജീവിതം നയിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹത്തെ കാണാൻ പോയി ഫോട്ടോ പങ്കുവെച്ച് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ട്. അപ്പൊ വി എസ് എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലേ ജീവിക്കാൻ കഴിയൂ, ജനങ്ങൾക്കിടയിൽ ജീവിച്ചാൽ മാത്രമേ ഉറക്കെ സംസാരിക്കാൻ കഴിയൂ എന്ന് വി എസിന് അറിയാമായിരുന്നു. കാരണം എന്താണ്, ജനങ്ങൾക്കിടയിൽ ഊന്നി നിന്നാൽ പിന്നെ പറയുന്ന വാക്കിന് ഉറപ്പുണ്ടാകുമെന്ന് അറിയാവുന്ന നേതാവായിരുന്നു വി എസ്. അതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനോട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ സമുദായത്തെ പറ്റിക്കുന്നവനല്ലേ നിങ്ങളെന്ന ചോദ്യം ഉറക്കെ ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുമ്പോൾ വി എസിന് അറിയാം, വി എസ് ഈ വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചാക്രമിച്ചാൽ കൊള്ളില്ല എന്ന്. എന്നെ ഏറ്റവും മുറിവേൽപ്പിച്ച ആൾ വി എസ് അച്യുതാനന്ദനാണെന്ന് വെള്ളാപ്പള്ളി തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നതിലേ ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്താണ്, ആ മുറിവേൽപ്പിക്കാൻ തനിക്ക് കഴിയും, വെള്ളാപ്പള്ളിയുടെ തിട്ടൂരത്തിൽ വീണുപോവില്ല, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി എടുക്കുന്ന ഏതെങ്കിലും ചെറിയ നമ്പറിൽ വീണുപോകാൻ കഴിയാത്ത ജനസഞ്ചയത്തിന്റെ കരുത്ത് തനിക്കുണ്ട് എന്നറിയാവുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എപ്പോഴും ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തെന്നൊക്കെ പറയും, പക്ഷേ ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരുണ്ടല്ലോ, അവർക്ക് വി എസിനെ വിശ്വാസമായിരുന്നു. അദ്ദേഹം ഉയർത്തിയ പൊളിറ്റിക്സിനോട് അവർക്ക് വിശ്വാസമായിരുന്നു, അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ അവർക്ക് വിശ്വാസമായിരുന്നു, അദ്ദേഹം ആ നിലയ്ക്ക് ഒരു ആശാഗോപുരമായിരുന്നു. ആ ശക്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും വി എസിന് ജനങ്ങൾക്ക് വി എസ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏർപ്പാടായിരുന്നു എന്ന് വേണം കാണാൻ. ആ